നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യ പ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചാന്തോക്യ ഉപനിഷത്താണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാന്തോക്യ ഉപനിഷത്തിലെ 7th ഖണ്ഡം, 7ാം ഖണ്ഡം, 1ാമത്തെ ശ്ലോകം. ഹംസസ്തേ പാദം വക്തേതി സഹ ശോഭൂതേ ഗാ അഭിപ്രസ്താപയാം ചകാര താ യത്രാഭിസായം ബഭൂവസ്തത്രാഗ്നി ഉപാസമാധായ ഗാ ഉപരുധ്യ സമിധമാധായ പശ്ചാദഗ്നേ പ്രാങ്ങുപോപവേശ. ഹംസം നിനക്ക് ഒരു കാൽഭാഗം പറഞ്ഞു തരും. അപ്പോൾ അവൻ പിറ്റേ ദിവസം പശുക്കളെ മുമ്പോട്ട് നയിച്ചു. വൈകുന്നേരം അവൻ വന്നപ്പോൾ അവൻ അഗ്നി കത്തിച്ചു. പശുക്കളെ കെട്ടിയിട്ടു. തീ കൊളുത്തി അഗ്നിയുടെ പടിഞ്ഞാറ് വശത്തിരുന്നു കിഴക്കോട്ട് നോക്കിയിരുന്നു. തം ഹംസ നിപത്യാം യുവാദ സത്യകാമ ഉ ഇതി ഭഗവ ഇതി ഹ പ്രതിശുശ്രാവ. ഒരു ഹംസം അവന്റെ അടുത്തേക്ക് പറന്നു വന്നു. അവനോട് പറഞ്ഞു, സത്യകാമ ഗുരു. അവൻ പറഞ്ഞു, ബ്രഹ്മണ സൗമ്യതേ പാദം ബ്രവാണിതി ബ്രവീതുതേ മേ ഭഗവാനിതി തസ്മൈ ഹോവാചാഗ്നി കലാ സൂര്യ കലാ ചന്ദ്ര കലാ വിദ്യുത് കലേശ വൈ സൗമ്യ ചതുഷ്കല പാദോ ബ്രഹ്മണോ ജ്യോതിഷ്മാൻ നാമ. ബ്രഹ്മത്തിൽ കാൽഭാഗം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. പറഞ്ഞു തരൂ ഗുരു. അവനോട് അത് പറഞ്ഞു. 16ൽ 1 അഗ്നിയാണ്, 16ൽ 1 സൂര്യനാണ്, 16ൽ 1 ചന്ദ്രനാണ്, 16ൽ 1 ഇടിമിന്നലാണ്. ഇതാണ് ബ്രഹ്മത്തിന്റെ കാൽ. 16 4 ഉൾക്കൊള്ളുന്ന പ്രഭയാർന്ന എന്ന് പറയപ്പെടുന്നു. 4ാമത്തെ സയ ഏതമേവം വിദ്വാംസ് ചതുഷ്കലം പാദം ബ്രഹ്മണോ ജ്യോതിഷ്മാനിത്യുപാസ്തേ ജ്യോതിഷ്മാഗനസ്മി ലോകേ ഭവതി ജ്യോതിഷ്മതോ ലോകാജയതി യ ഏതമേവം വിദ്വാംസ് ചതുഷ്കലം പാദം ബ്രഹ്മണോ ജ്യോതിഷ്മാനിത്യുപാസ്തേ. ഇത് അറിയുന്നവൻ ബ്രഹ്മന്റെ കാൽ ഭാഗം ഉപാസിക്കുന്നു.
16-ൽ 1 ഉൾക്കൊള്ളുന്നു. പ്രഭയാർന്നതായി ഭൂമിയിൽ പ്രഭയുള്ളവനാകുന്നു. അവൻ പ്രഭയാർന്ന ലോകങ്ങൾ ജയിക്കുന്നു. അങ്ങനെ അറിഞ്ഞ് ബ്രഹ്മന്റെ കാൽഭാഗം ഉപാസിക്കുന്നു. 16-ൽ 4 ഉൾക്കൊണ്ട് പ്രഭയുള്ളവനാകുന്നു. ആധ്യാത്മികതയുടെ യാത്രയാണ് ഇവിടെ കാണുന്നത്. ഇതിനു മുമ്പേ അഗ്നി പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹൃദയമണ്ഡലം മറികടക്കുകയാണ്. പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ വന്ന് സിംഗുലാരിറ്റിയിലെത്തി. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സിംഗുലാരിറ്റിയിലെത്തിയിട്ട് നമ്മൾ അതിൻ്റെ അപ്പുറം കിടക്കുകയാണ്. അപ്പോഴാണ് പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ വരുന്നത്. പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ് ഹംസം. അഹം സഹ, അതാണ് ഹംസം. സോഹം, 2 പദങ്ങൾ. സോഹം, അതാണ് ഞാൻ. ഹംസ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അഹം സഹ, ഇതിനുള്ള ശരിക്കും ഒരേ പദത്തിന്റെ 2 രീതിയിലുള്ള നിർവചനങ്ങളാണ്. ഹംസം എന്ന് പറയുമ്പോൾ അരയന്നം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അരയനത്തിന് ഒരു സ്വഭാവം ഉണ്ടത്രേ, പാലും വെള്ളവും മിക്സ് ചെയ്തായത് പാല് മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുക്കൂത്രേ ഈ ഹംസം. അപ്പൊ ആ ഹംസത്തിന്റെ സ്വഭാവമുള്ളതാണ് ഹംസം, പരമഹംസം എന്നൊക്കെ നമ്മൾ, രാമകൃഷ്ണ പരമഹംസൻ. അപ്പൊ ഇവിടെ ശരി ഏത് തെറ്റേതെന്ന് വേർതിരിച്ചറിയുന്ന ഡിസ്ക്രിമിനേഷൻ. അതിനേക്കാൾ ഉപരി ഈശ്വരൻ ഏത്, ഈശ്വരൻ അല്ലാത്തത് ഏത് എന്ന് തിരിച്ചറിയും. അതിനുശേഷം എല്ലാം ഈശ്വരനാണെന്നുള്ള തിരിച്ചറിയും. അതാണ് പരമഹംസനാവും. അല്ലാതെ ഒന്നുമില്ല എന്ന് തിരിച്ചറിയും. ആ തിരിച്ചറിവിൽ ജീവിക്കും പരമഹംസനാവും. അപ്പൊ ആ ഹംസം ഒരു എക്സ്റ്റേണൽ ആയിട്ട്, പുറമേ ഉള്ളൊരു കഥാപാത്രമായിട്ട് നമ്മളോട് സംസാരിക്കും. നമ്മളെ ജീവിത യാത്രയിൽ എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പേഴ്സണാലിറ്റീസ് ഉണ്ട്. നമ്മൾ എവിടെ എത്തിയോ ആ തരത്തിലുള്ള പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഓരോ സ്റ്റേജസ് നോക്കിയാലറിയാം. നമ്മൾ കുട്ടിക്കാലത്ത് LKG പോകുമ്പോൾ 10ാം ക്ലാസ് ടീച്ചർമാരെ മനസ്സിലാവുന്നില്ല, അവരാരോ വന്നു പോണു. നമ്മൾ നമ്മുടെ ക്ലാസ് ടീച്ചർ മാത്രമേ കാണൂ, അച്ഛനമ്മേനെ കാണും. വളരുമ്പോൾ വേറെ വേറെ ആൾക്കാരെ കാണുന്നു. അച്ഛനേക്കാളും വലിയ ആൾക്കാരുണ്ട്. എക്സാമ്പിൾസ് ഫോളോ ചെയ്യാൻ തുടങ്ങും. ഒരു മുമ്പേ അവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അവരെ കാണാതിരുന്നത്? കാരണം ഞാൻ അവിടെ എത്തിയില്ല. അപ്പൊ എൻ്റെ സ്റ്റേറ്റ് അനുസരിച്ചുള്ള എക്സാമ്പിൾസ് ഞാൻ ചൂസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ശരീരത്തിന്റെ ഭംഗിയാണ് ആഗ്രഹിക്കുന്നത്, അതിന് പറ്റുന്ന എക്സാമ്പിൾസിനെ ഞാൻ കാണുന്നു. മസിലുള്ള ആൾക്കാർ. പാട്ടാണ് ആഗ്രഹിക്കുന്നത്, പാട്ടിന്റെ വ്യക്തിത്വങ്ങളെ നമ്മൾ കാണും. അവരവിടെ ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. പക്ഷേ അത് കാണണമെന്നുണ്ടെങ്കിൽ, അത് മനസ്സിലാവണം, നമ്മൾ അവിടെ ആ സ്റ്റേജിൽ നമ്മളാണ് ചൂസ് ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള ഘടകങ്ങളിൽ നമുക്ക് ആവശ്യം, നമ്മുടെ പരിണാമത്തിന് ആവശ്യമുള്ളവരെ നമ്മൾ ചൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടുന്ന് ഇവോൾവ് ചെയ്യുമ്പോൾ ഈ ചോയ്സസ് ഒന്ന് ഹയർ ചോയ്സിൽ കിടക്കുന്നു. അതാണ് ഇവിടെ പ്രപഞ്ചത്തിന്റെ എലിമെന്റ്സിലേക്കുള്ള കണക്ഷൻ. അതിനും ഓരോ ഫങ്ഷണറീസിനെ കാണിക്കുക, ഓരോ പേഴ്സണാലിറ്റീസ്. ഹംസം, ഹംസം എന്നുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. മാസ്റ്റേഴ്സ്, അതാണ് ഹംസം എന്ന് പറയാം. അപ്പൊ ഒരു മാസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാൻ എന്നുള്ള ഈ പദം കേൾക്കുമ്പോൾ സ്വാൻ എവിടെ സംസാരിക്കും? ഒരിക്കലും സംസാരിക്കില്ല. അരയന്നം സംസാരിക്കില്ല. ഹംസം എന്നുള്ള മാസ്റ്ററാണ്. ആ മാസ്റ്റർ ഉപദേശിക്കുകയാണ്. ഇതെല്ലാം ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നീ ബ്രഹ്മത്തിന്റെ കാൽഭാഗം എത്തിയതാണ്. 16-ൽ 1 എന്ന് പറയുന്നുണ്ട്. സഹജമാർഗത്തില് ദാജി 13+3 ചക്രാസ്, 16 ചക്രാസിനെ കുറിച്ച് പരാമർശിക്കുന്നു. 3 ലോവർ ചക്രാസ് എല്ലാ മൃഗങ്ങളിലും എല്ലാ ലോവർ ബീയിങ്സിലും ഉള്ളത്. അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയാണ് 13 ചക്രാസ് മനുഷ്യന് ഉള്ളത്. 13ാമത്തെ ചക്രമാണ് സെൻട്രൽ പോയിന്റ്. ഇത് ഓരോ ചക്രവും നമ്മൾ ട്രാൻസെൻഡ് ചെയ്യണം. അപ്പൊ ട്രാൻസെൻഡ് ചെയ്യുന്നപ്പോഴാണ് ഒരു ഗുരുവിന്റെ സഹായം ലഭിക്കും. ഇവിടെ ഗുരുവിന്റെ പല ലെവൽസ് ആണ് കാണുന്നത്. എല്ലാം ഗുരുക്കന്മാരാണ്. അഗ്നിയും വായുവും വരുണനും എല്ലാം ഗുരുക്കന്മാരാണ്. ഇതെല്ലാം ട്രാൻസെൻഡ് ചെയ്യുമ്പോൾ ഒരു ഹംസം ആയിട്ടുള്ളൊരു ഗുരു, പരമഹംസനായിട്ട് ഗുരു നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഇതൊക്കെ നിനക്ക് മനസ്സിലാവുന്നു. പക്ഷേ നീ ഇനി മുന്നോട്ട് പോകണം. നീ ഇവിടെ പ്രഭയുള്ളവനായിട്ട് ജീവിക്കും. ഈ പ്രപഞ്ചത്തിൽ നീ പൂർണ്ണമായിട്ടുള്ള അറിവുള്ളവനായിട്ട് തിളങ്ങിക്കൊണ്ട് ജീവിക്കും. അതായത് ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തേ. ഈ ബ്രഹ്മാണ്ടം, നമ്മള് ഹാർട്ടിച്ച് കാണുന്ന ബ്രഹ്മാണ്ട മണ്ഡലത്തിലേക്ക് കിടക്കുകയാണ്. അത് ഇനി പരബ്രഹ്മാണ്ട മണ്ഡലം. അപ്പൊ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ ആൾക്കാർ കാണും എന്തൊരു വ്യക്തിത്വമാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അത് ഈഗോ ഡെവലപ്പ് ചെയ്ത്. കാരണം നമ്മളെക്കാളും കൂടുതൽ പ്രഭയുള്ളതും കൂടുതൽ അറിവുള്ള സ്റ്റേജസ് മുമ്പിലുണ്ട്. അപ്പൊ നമ്മൾ പിന്നെയും മുന്നോട്ട് പോകണം. ഇതാണ് ചാന്തോക്യോപനിഷത്ത് പറയുന്നത്. ചാന്തോക്യോപനിഷത്ത് എപ്പോഴും പറയുന്നത് ഫോക്കസ് ഓൺ ദ സാമൻ, ശബ്ദത്തിന്റെ നമ്മുടെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന പ്യൂരിറ്റീനാണ് സാമൻ എന്നത്. അതിലേക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യണം. അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഒരു അഭ്യാസിക്കാണ് ഇങ്ങനെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഗുരുക്കന്മാരെ കാണാനും അവിടുന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.
അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.